CJP സമരവുമായി ബന്ധപ്പെട്ട വിവാദ പോസ്റ്റിൽ വിശദീകരണവുമായി പേളി മാണി. തന്റെ വാക്കുകൾ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെ വേദനിപ്പിച്ചു. വീട്ടിൽ പോകണമെന്ന് ഉദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതനാകണമെന്ന അർത്ഥത്തിലാണ് എഴുതിയതെന്നും യൂട്യൂബ് ചാനലിലൂടെ പേളി മാണി പ്രതികരിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഹരി, നമുക്കറിയാം ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പേളി മാണിയുടെ പോസ്റ്റ് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു. ഒരുപക്ഷെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകളും ഈ ജൻസികൾക്കൊപ്പം അണിനിരുന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോൾ പേളി മാണി ഒരു വിഭിന്നമായ നിലപാട് പറയുന്നു. അതിനെതിരെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഇപ്പോൾ അത് തെറ്റായി പോയെന്നാണോ പേളി മാണിയുടെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ടോം, അത് തെറ്റായി പോയി, മാപ്പ് പറയുന്നു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. കാരണം പേളി അതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പേളിയുടെ യൂട്യൂബ് വീഡിയോയിലൂടെ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇതിനോടകം തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ കാണുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം ക്ലാരിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ച് പേളി ഇട്ടിരിക്കുന്ന വീഡിയോ പേളിക്ക് തന്നെ തിരിച്ച് അബദ്ധമാവുന്ന കാഴ്ചയാണ് വരുന്നത്. അതായത് ഈ വീഡിയോ ക്ലാരിഫിക്കേഷനാണ്, മാപ്പ് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളോട് എതിരഭിപ്രായമുള്ളവരോട് മാപ്പ് പറയുന്നു എന്നതാണ് പേളി ഉദ്ദേശിച്ചെങ്കിൽ പോലും നെഗറ്റീവ് കമൻസ് ആണ് ചുറ്റും ഈ വീഡിയോയ്ക്ക് താഴെ. അതായത് പേളി മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അതിനകത്ത് ഒരു ആത്മാർത്ഥതയില്ല എന്നും പേളി ഇത് തൻ്റെ ഫോളോവേഴ്സ് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഇപ്പോൾ തന്നെ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് പേളി ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അൺഫോളോ ചെയ്തത്. ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ യൂട്യൂബിൽ പേളിക്കുണ്ട്. അവരിലും ഒരു ഗണ്യമായ കുറവ് സംഭവിച്ചു. അപ്പോൾ ഇത് തുടരുന്ന സംഭവത്തിൽ ഭയന്നുകൊണ്ട് ആരോ ഫോഴ്സ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതെന്ന് എന്നാണ് ആളുകളുടെ പല അഭിപ്രായങ്ങളും വരുന്നത്. അതിനൊക്കെ വലിയ പിന്തുണയും ആ കമൻസിന് ആളുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പേളിയുടെ ഈ വിശദീകരണ വീഡിയോ നമുക്ക് ആദ്യം അതിലേക്ക് വരാം. ഒന്ന്, പേളി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തലക്കെട്ട് ടൈറ്റിൽ മാറി ക്ലാരിഫിക്കേഷൻ എന്നാക്കുകയാണ് ചെയ്തത്. പ്രധാനമായും 3 കാരണങ്ങളാണ് പേളിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പേളി നടത്തി വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ സ്റ്റേ സേഫ് എന്ന വാക്ക് പേളി ആ പോസ്റ്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതിന് പിന്നാലെയായിരുന്നു ഈ സിബി മലയിലേക്ക് അത് തിരിഞ്ഞത് എന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത്. ജോയിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ജോ തന്റെ അച്ഛനെതിരെയാണ് ഇത് പറഞ്ഞത്, പേളി പറഞ്ഞത് എന്ന് പറഞ്ഞു. സൈബർ ഈ സ്റ്റോറി 25 മിനിറ്റ് പേളി ഷോട്ടുകളൊക്കെ വ്യാപകമായി പ്രചരിച്ചു. അതിൽ പേളി വിശദീകരണം നൽകുന്നത് കളർ ബാൻഡ് വന്നത് ആപ്പിന്റെ ഒരു പ്രശ്നമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പേളി പറയുന്നില്ല. പേളി ആകെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും താൻ ബഹുമാനിക്കുന്നു എന്നാണ്. പക്ഷേ ആ മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന ആ ടെക്സ്റ്റിന് വിശദീകരണം നൽകുന്നില്ല. പേളി അഭിപ്രായം പറയുന്നില്ല. മറിച്ച് ആ ബാൻഡ് കളർ വന്നത് ആപ്പിന്റെ പ്രശ്നമാണ്. സൈബർ കാരണം യൂട്യൂബറാണ് അതുകൊണ്ട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേളി പറയുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും തന്നിൽ നിന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹരീഷൻ, നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും രാഷ്ട്രീയമാകാം, കലാകാരന്മാർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന കലാകാരന്മാരുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ പരസ്യമായി തന്നെ BJP രാഷ്ട്രീയത്തിലൂടെ ജനപ്രതിനിധിയായ വ്യക്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെ പലരും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം
രമേഷ് പിഷാരടി പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ വ്യക്തിയാണ്. ഒരാൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് കരുതി ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇത്രയധികം വിമർശനം പേളിമാണി ഏൽക്കേണ്ടി വന്നതും അതോടൊപ്പം കൂടുതൽ യുവാക്കൾ അവരെ അൺഫോളോ ചെയ്തതും അവരുടെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് കാരണമാണോ, അതോ അവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവർ ഉന്നയിച്ച, അവർ വിമർശിച്ച ഈ ജൻസി സമരത്തെ ഈ ചെറുപ്പക്കാരെ പ്രകോപിതരാക്കിയത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പേളി പറഞ്ഞത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടാണ്. അതായത് CJPക്ക് ഒപ്പവുമാണ് എന്നാൽ BJPക്ക് ഒപ്പവുമല്ല, അങ്ങനെ ഒരു നിലപാട് അത് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തുരുതുര നമുക്ക് സ്ക്രീനിൽ കാണാം ആ ഒരു നെഗറ്റീവ് കമന്റുകളുടെ ഘോഷയാത്ര നടക്കുന്നത് പോലെയാണ് പേളിയുടെ ഈ ക്ലാരിഫിക്കേഷൻ പോലും. അതായത് ഓഡിയൻസ് ഇപ്പോഴും, അതായത് സ്വാഭാവികമായിട്ടും പേളിയെ ഫോളോ ചെയ്യുന്നവരായിരിക്കുമല്ലോ, സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ ഈ കമന്റ് ബോക്സിലും വരുന്നത്, അവരായിരിക്കുമല്ലോ ഫസ്റ്റ് റീച്ച് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്കും. അപ്പോൾ പേളിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവർ തന്നെ പേളിയുടെ നിലപാടിനോടും ക്ലാരിഫിക്കേഷനോടും ഈ എതിരഭിപ്രായം വരുന്നുണ്ട് എന്നതാണ് ഈ കമന്റ്സിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ ആളുകൾ സംതൃപ്തരല്ല എന്നത് ഈ കമന്റ്സിലൂടെ വ്യക്തമാണ്. അതാണ് ഇപ്പോൾ പേളിക്ക് ഇപ്പോൾ വീണ്ടും ഒരു ബാക്ക്ലാഷിംഗ് ആണ് സംഭവിക്കുന്നത്. അതാണ് ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയാണ്. പക്ഷേ അതിലിപ്പോഴും പേളിയെ സ്നേഹിക്കുന്ന പേളിയുടെ ഫോളോവേഴ്സ് തൃപ്തരല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രതികരണത്തിൽ നിന്നും കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.